ഉസ്താദ് ശൈഖുന കട്ടിപ്പാറ ഉസ്താദ്, അല്ലാഹുവേ നിന്റെ തീരുമാന പ്രകാരം ഇന്നലത്തെ രാത്രിയിൽ അല്ലാ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നത്തെ രാവ് ഉസ്താദിന്റെ ഖബറിലെ ആദ്യത്തെ രാവാണ്. ഇന്നലെ ഈ സമയത്ത് ഉസ്താദ് ഭൂമി ലോകത്തുണ്ടായിരുന്നു. ഇന്ന് ഈ സമയത്ത് 6 അടി മണ്ണിലാണ്. ഞങ്ങളെ ഉസ്താദിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിനെ നീ കബൂലാക്കണേ അല്ലാ. ഇൽമ പഠിപ്പിച്ചു തന്ന ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ്. ആത്മീയമായ ലോകത്തെ ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാര്. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദിനിക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിനിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിനിക്ക് നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളുമെല്ലാം ഞങ്ങളെ ബാപ്പയായ ഞങ്ങളെ ഉസ്താദിന്റെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കി എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഉസ്താദ് ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ ഒരു നേരം പോക്കാക്കണേ അല്ലാ. അല്ലാഹുവേ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് വന്ന എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദിനിക്ക് ഉസ്താദ് ജീവിതകാലത്ത് രോഗാതുരമായി അനുഭവിച്ച എല്ലാ വേദനകളുടെയും കാരണമായി മുത്തു റസൂലുള്ള പറഞ്ഞല്ലോ, രോഗം ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണെന്ന്. ആ രൂപത്തിലായി ഞങ്ങളെ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ വലത് കൈയിൽ കിതാബിനെ നൽകുന്നവരിൽ ഞങ്ങളെ ഉസ്താദിനെ നീ പെടുത്തണേ റഹ്മാനേ. ഹൗദുൽ കൗസർ ഉസ്താദിനെ നീ കുടിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദിന്റെ വലത് കൈയിൽ നീ കിതാബിനെ കൊടുക്കണേ അല്ലാ. ഉസ്താദിനിക്ക് നീ അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഉസ്താദിനിക്ക് നീ സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗത്തിൽ ഉസ്താദിനെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. അങ്ങനെ എത്ര